മുനമ്പം സമരക്കാരെ കയ്യേറ്റക്കാരെന്ന് അധിക്ഷേപിച്ച് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി. മുനമ്പത്തെ ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ആഹ്വാനം. അമുസ്ലിങ്ങളാരും അവിടെ ഭൂമി വാങ്ങിയിട്ടില്ല. സമരത്തിന് പിന്നിൽ റിസോർട്ട് മാഫിയയാണ്. 138 പേർ മാത്രമാണ് അവിടെ സാധാരണക്കാരായി ഉള്ളുവെന്നും അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ അവകാശവാദം. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഇപ്പോൾ തന്നെ നിരവധി മുസ്ലിം സംഘടനകളാണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു വാദഗതി കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേരള വഖഫ് സംരക്ഷണ സമിതി എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നമുക്കറിയാം, ചതിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിന്റെ പോരാട്ടമാണ് നമ്മൾ ഇപ്പോഴും മുനമ്പത്ത് കാണുന്നത്. അപ്പോഴാണ് ഇപ്പോൾ കേരള അഖില വഖഫ് കേരള സംരക്ഷണ സമിതി ഒരു സമരക്കാരെ കയ്യേറ്റക്കാരെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന ഒരു നിലപാട് അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, അവർ പറഞ്ഞിരിക്കുന്നത് മുനമ്പത്തെ ഭൂമി തിരിച്ചു പിടിക്കണമെന്നൊരു ആഹ്വാനം കൂടി അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, അമുസ്ലിങ്ങൾ ആരും മുനമ്പത്ത് ആ ഭാഗത്ത് ഭൂമി വാങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 600-ലധികം ആളുകൾ രാപ്പകലില്ലാതെ സമരത്തിലാണ്. അവർക്ക് എല്ലാ രേഖകളുമുള്ള അവരുടെ ഭൂമിയാണ്. ആ ഭൂമി തിരിച്ചു പിടിക്കാനാണ് അവർ സമരത്തിലിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇവർ പറയുന്നത് വെറും 138 പേർ മാത്രമാണ് അവിടെ സാധാരണക്കാരായി ഉള്ളത്. അവർക്ക് വേണമെങ്കിൽ അവരുമായി സംസാരിച്ച് സെറ്റിൽമെന്റ് ചെയ്യാം. അതായത് ചെറിയ തുകയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുന്ന അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഔദാര്യം തങ്ങൾ ചെയ്തു തരാം എന്ന രീതിയിലാണ് ഇന്നവർ സംസാരിച്ചത്. മാത്രമല്ല, അമുസ്ലിങ്ങൾ ആരും ആ ഭൂമി വാങ്ങിയിട്ടില്ല, ആ മുനമ്പത്ത് ഭൂമി വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആ സമരം ചെയ്യുന്ന 600 ആളുകളിൽ അവിടെ മുസ്ലിങ്ങളും ഉണ്ട് എന്നതാണ്. അപ്പോൾ തന്നെ ഈ കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ആ വാദം തന്നെ അവിടെ പൊളിയുകയാണ്. മാത്രമല്ല, ഈ സമരത്തിനൊക്കെ പിന്നിൽ റിസോർട്ട് മാഫിയകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് മറ്റൊരു മുഖം ചാർത്താൻ കൂടിയാണ് ഇവർ ശ്രമിക്കുന്നത്. എന്തായാലും ഈ സമരം ചെയ്യുന്ന ആളുകളെയൊക്കെ കുടിയേറ്റക്കാരെന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അതുവരെ ജീവിച്ചു വന്ന എല്ലാ രേഖകളുമുള്ള ഒരു വലിയ ജനവിഭാഗമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ രാപ്പകലില്ലാതെ അവിടെ സമരത്തിൽ ഇരിക്കുന്നത്. 54-ലും 95-ലും 2013-ലും ഒക്കെ കോൺഗ്രസ് തുറന്നുവിട്ട സാമൂഹിക ജീവിതത്തിന്റെ സ്വസ്ഥത തകർക്കുന്ന കുപ്പിയിലുള്ള ഭൂതമാണ് മുനമ്പം ഇപ്പോൾ വഖഫ് അധിനിവേശം മുനമ്പത്തെ കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമരക്കാരെ കയ്യേറ്റക്കാർ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഭൂമി തിരിച്ചു പിടിക്കണം, ഏത് വിധേനയും ആ ഭൂമി തിരിച്ചു പിടിക്കണമെന്ന തന്നെയാണ് അവർ പറയുന്നത്. ആ കുടിയേറ്റക്കാർ ആ ഭൂമി കയ്യേറി അവിടെ താമസിക്കുന്നവരെ അവിടെ നിന്ന് മാറ്റണം. ആ ഒരു നിലപാടാണ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി എടുത്തിരിക്കുന്നത്. അനഘ, ഈ വിവാദം ഉടലെടുത്തതു മുതൽ ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ വാക്കു കേൾക്കാൻ വേണ്ടി അത്തരത്തിൽ അവർ പ്രതികരിക്കണമെന്ന രീതിയിൽ വലിയ ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഈ വഖഫ് സംരക്ഷണ സമിതി ഇതാദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് വരുന്നത്. അവർ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. അമുസ്ലിങ്ങൾ ആരും ഈ ഭൂമി വാങ്ങിയിട്ടില്ല. വഖഫ് സംഹാര ബില്ല് വരികയാണ്. ഫറൂഖ് കോളേജിന് വീഴ്ച സംഭവിച്ചു. ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടല്ലേ വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം ഉള്ളത്? അനഘ, ൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അഖില കേരള വഖഫ് സംരക്ഷണ സമിതി പറഞ്ഞിരിക്കുന്നത് ഫറൂഖ് കോളേജിന്റെ പിടിപ്പ് കേടുകൊണ്ടാണ് ഈ വഖഫ് ഭൂമി അന്യാധീന പെട്ടുപോയിരിക്കുന്നത്, അവിടെ കയ്യേറ്റം നടന്നിരിക്കുന്നത്. എന്നാൽ ഈ കേസ് കൊടുത്തിരിക്കുന്ന വഖഫ് അഖില കേരള വഖഫ് സംരക്ഷണ സമിതി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അമുസ്ലിങ്ങൾ ആരും ഈ ഭൂമി ചെറായി മുനമ്പത്തെ ഭൂമി വാങ്ങിയിട്ടില്ല എന്ന വിവരമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അനഘ ഹർഷനാണ് സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്.